അത്രയും സെക്യൂരിറ്റിയോടെ പരീക്ഷ കയറ്റി വിടുന്നിട്ട് എന്തുകൊണ്ടാണ് പരീക്ഷാ പേപ്പർ ചുകരുന്നത്? ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്നത് നീറ്റ് പരീക്ഷ. ഇന്നിപ്പോൾ നീറ്റ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഈ നീറ്റ് പരീക്ഷ എന്ന വിഷയം എടുത്തിടാൻ എൻ്റെ മനസ്സിന് തോന്നിയ ഒരു സാഹചര്യം, എനിക്കുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ പോക്കറ്റ് പോലീസുകാർ തുന്നി കൊടുക്കുന്നതായി കണ്ടു. അത്രയും എത്രയും സെക്യൂർഡും അത്രയും സുരക്ഷയോടെയാണ് ഓരോ വിദ്യാർത്ഥിയും ഹാളിൽ കയറ്റുന്നത്. എന്ന് വെച്ചാൽ പോക്കറ്റുള്ള ഒരു കുട്ടിയുടെ പോക്കറ്റ് തുന്നി കൊടുത്ത് അത്രയും സെക്യൂരിറ്റിയോടെ പരീക്ഷ കയറ്റി വിടുന്നിട്ട് എന്തുകൊണ്ടാണ് പരീക്ഷാ പേപ്പർ ചുകരുന്നത്? അത്രയും സെക്യൂരിറ്റി ഉള്ള ഈ നാട്ടിൽ പരീക്ഷാ പേപ്പർ, അതും പരീക്ഷയ്ക്ക് മാസങ്ങൾ നിൽക്കെ ചെയ്ത് ചുകരുന്നു. എന്തുകൊണ്ടാണ്? ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നീറ്റ് പരീക്ഷ എന്നത്. ഈ ഒരു വർഷത്തെ കാത്തിരിപ്പും അതുപോലെ ഇരുന്ന് ഉറക്ക വളച്ചുള്ള പഠിപ്പും വിദ്യാർത്ഥികളുടെ കഠിന അധ്വാനവുമാണ് അതിനകത്തുള്ളത്. അപ്പം നിമിഷ നേരം കൊണ്ടാണ് അത് തകരുന്നത്. എന്ന് വെച്ചാൽ പഠിച്ച ചോദ്യം മാറുന്നു. ചോദ്യപേപ്പർ ചോർന്നാൽ പിന്നെ അല്ലെങ്കിൽ ഡേറ്റ് മാറ്റി മുന്നോട്ട് നീട്ടി കൊടുക്കണം. കാരണം വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള അവസരം കൊടുക്കും. ഈ പഴയ പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിച്ച് തലയെ വെച്ചുകൊണ്ടിരിക്കുന്ന നീറ്റ് എഴുതുന്ന പാവപ്പെട്ട, അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് ഉറപ്പാണ് സർക്കാർ കൊടുക്കുന്നത്? അതൊരു ചോദ്യമാണ്. അത്രയും കഷ്ടപ്പെട്ടു, ഒറ്റ വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയുന്നത്. ചോദ്യപേപ്പർ ചോർന്നു, വീണ്ടും അടുത്ത പുതിയ ചോദ്യങ്ങളാണ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഇത്രയും സുരക്ഷയുണ്ടായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്? എല്ലാവരും ഒരു ചർച്ച പോലെ ചുമ്മാ പറഞ്ഞങ്ങ് പോകും, നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു. വാർത്ത നമ്മുടെ മാതൃഭൂമി പേപ്പർ അടക്കമുള്ള ചെറിയ ചില മാധ്യമങ്ങളിൽ ഒരു ന്യൂസ് മാത്രമാണ് നീറ്റ് പേപ്പർ ചോർന്നു. അതിനുപറ്റി പിന്നെ ഫോളോ അപ്പ് ഒന്നുമില്ല. അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ ഇതെഴുതി ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അവരുടെ പ്രതീക്ഷകളും അവരുടെ സ്വപ്നങ്ങളുമാണ് ഈ ഒരു നീറ്റ് പരീക്ഷ എന്നത്. അത് അവരുടെ കഠിന അധ്വാനം, കഠിന പ്രയത്നം അതിനകത്തുണ്ട്. അവരുടെ അച്ഛനമ്മമാരുടെ കരച്ചിലും അച്ഛനമ്മമാരുടെ അധ്വാനവും കൂടിയാണ് ഈ വിദ്യാർത്ഥികളുടെ പഠനം എന്നത്. ഒരു നിലയിലെത്താനാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് മുന്നോട്ട് വിടുന്നത് അവരുടെ അച്ഛനമ്മമാരുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ എഴുതി കഴിയുമ്പം ആത്മഹത്യ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പഠിച്ചു വെച്ചിരിക്കുന്ന ചോദ്യം പഠിച്ച് കാണാപ്പാഠം പഠിച്ച് വർഷം ആകുന്നതിനും പരീക്ഷ കാത്തിരിക്കുന്നതിനും 2 മാസം മുമ്പ് ചോദ്യപേപ്പർ ചുകരുകയും വേറെ പുനർ ചോദ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനാണ് ഇതിനൊക്കെ കാരണം അവർ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇത്രയും സുരക്ഷ സെക്യൂരിറ്റി എടുത്ത് എഴുതുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറിന് സെക്യൂരിറ്റി ഇല്ല. ചോദ്യപേപ്പർ ചോർന്നു, അതാണ് ന്യൂസ്. അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഈ സർക്കാർ ഇത് കാണാതെ പോവാണോ? അതോ ഈ നീറ്റ് എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കിക്കൊണ്ട് കുത്തക അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആൾക്കാർക്ക് ഇത് ചോർത്തി കൊടുത്തുകൊണ്ട് എന്താണ് അതിൻ്റെ അകത്തുള്ള ലാഭം? ഈ ചോദ്യപേപ്പർ ചോർത്തി കിട്ടുന്നവർ മാത്രം പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ചാൽ മതിയോ? അവർക്ക് ഉത്തരം അറിയാം. പാവപ്പെട്ടവങ്ങൾ പുറകിൽ നിന്നും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി രാപകലില്ലാതെ ഉറക്ക വളച്ചിരുന്ന് പഠിച്ച് ആ പ്രതീക്ഷയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് സർക്കാരിൻ്റെ ഒരു പിന്തുണ കൊടുക്കുന്നത്? എന്താണല്ലേ നീറ്റ് പരീക്ഷ എഴുതുന്നതിന് ഒരു ഉറപ്പുള്ളത്? ഇതിനൊക്കെ ടെലഗ്രാം വഴി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു. എങ്ങനെ ടെലഗ്രാമിൽ ചോരുന്നു? അത്രയും സെക്യൂരിറ്റി ഉള്ള പരീക്ഷ എഴുതുന്നതിന് ഒരു പേനയുണ്ടോ പേപ്പറുണ്ടോ? പെണ്ണുങ്ങളുടെ ആണെങ്കിൽ തുണി സഹിതം അഴിച്ച് പരിശോധിക്കുന്നതാണ് നീറ്റ് പരീക്ഷ. അതിനുശേഷമാണ് ഹാളിലേക്ക് കയറുന്നത്. ഇത്രയും പരീക്ഷ, ഇത്രയും സെക്യൂരിറ്റി, ഇത്രയും പോലീസുകാർ നിന്ന് സെക്യൂരിറ്റി കൊടുക്കുന്ന ഈ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിന് മാത്രം ഒരു സെക്യൂരിറ്റി ഇല്ല. അതും ചുകരുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ നീറ്റ് പരീക്ഷ. അപ്പോൾ അവിടെ നിന്നുമാണ് ചുകരുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഈ ചോദ്യപേപ്പർ ചുകരുകയാണ്. പിന്നെ ഒരു ദിവസം പുറത്ത് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ചോദ്യപേപ്പർ ചുകർന്നു. എനിക്ക് സർക്കാരിനോട് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, സുരക്ഷിതമായി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ നിങ്ങൾ കാണിക്കുന്ന അതേ ഒരു നിങ്ങളുടെ എത്ര മനസ്സ് കട്ടിയാണെങ്കിലും അതേ ഒരു ഇത് തന്നെ ചോദ്യപേപ്പറിന് കൊടുക്കും, അതേ സുരക്ഷ. കാരണം വിദ്യാർത്ഥികൾ വന്നു പോക്കറ്റ് തുന്നി വിടുന്നു, പരിശോധിക്കുന്നു, എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങൾ കയറ്റി വിടുന്നത്. നല്ല കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ചോദ്യപേപ്പറിന് ഒരു പത്രക്കടലാസിൻ്റെ പോലും വില നിങ്ങൾ കൊടുക്കാത്തത്? പത്രക്കടലാസാണെങ്കിൽ ചിതലടിച്ച വീട്ടുകാരാണെങ്കിലും മാറ്റിവെക്കും എന്ന് പറഞ്ഞ പോലെ ഈ നീറ്റ് ഇത്രയും സുരക്ഷയിൽ എഴുതുന്ന ഈ പരീക്ഷയ്ക്ക്, ഓരോ വിദ്യാർത്ഥികളുടെയും അടിവസ്ത്രങ്ങൾ പോലും പരിശോധിച്ച് എഴുതുന്ന ഈ പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് പേപ്പറിന് അത്രയും വാല്യൂ കൊടുക്കാത്തത്? ചോദ്യപേപ്പറിന്. അതും ടെലഗ്രാം വഴി ഉള്ള മാധ്യമങ്ങളിൽ ചുകരുന്നു.
എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് കണ്ടെത്തേണ്ടത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ തന്നെ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ വൻ വീഴ്ച തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ. ഇത്രയും സുരക്ഷയും കാര്യങ്ങളും ഉള്ള നമ്മുടെ കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ ഇത്രയും സുരക്ഷ കൊടുക്കുന്ന ഒരു ഓണപരീക്ഷയ്ക്ക് തന്നെ ഉദാഹരണം ഭയങ്കര സുരക്ഷയാണ്. ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ വന്നാൽ അത് ഗസ്റ്റ് പാസ്റ്ററുടെ അലമാരി വെച്ച് അതിൽ സീൽ ചെയ്യുക എന്നാണ്. സീൽ വെക്കുന്ന കവർ പൊട്ടിക്കുന്നത് ആ പരീക്ഷയ്ക്ക് തലേദിവസമാണ്, അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്താണ്. അത്രയും സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു പരീക്ഷയ്ക്ക് അതിനേക്കാളും എത്രയോ മടങ്ങ് സെക്യൂരിറ്റിയാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലും നോക്കാൻ പറ്റാത്ത കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ ആ പരീക്ഷ പോലും കൃത്യമായി വിദ്യാർത്ഥികൾ പഠിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാൻ, അല്ലെങ്കിൽ അവരുടെ സമനില തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ചോദ്യപേപ്പർ ചോർന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സിലുള്ള തീയെന്ന് പറഞ്ഞാൽ ഇനി എന്നാണ് പരീക്ഷ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചോദ്യം എന്തൊക്കെയായിരിക്കും എന്ന് വന്ന് ആ പുസ്തകം മൊത്തം വീണ്ടും അരിച്ച് പെറുക്കി പഠിച്ചാൽ പോലും അതിൻ്റെ അകത്ത് പെടാത്ത ചോദ്യങ്ങൾ പോലും അതിൻ്റെ അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനാണ് പല വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ കാരണം അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അവിടെ തകരുന്നത്. ഇതിൽ ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ടത് ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും ഒരുപാട് വിശർപ്പിൻ്റെ, ഒരുപാട് സങ്കടങ്ങളുടെയും ലോൺ എടുത്ത് മകളെ പഠിപ്പിക്കുന്നതിൻ്റെ അടക്കമുള്ള പ്രതീക്ഷയാണ് അവിടെ തകരുന്നത്. നിങ്ങൾക്ക് വെറും ഒരു ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു ന്യൂസ് മാത്രമാണ്. പക്ഷേ അതിന് മുന്നിൽ ഒരുപാട് പേരുടെ അധ്വാനവും കഷ്ടപ്പാടും കണ്ണീരും ഉണ്ട്. അത് കാണാതെ പോകരുത്. ഇനി മുന്നോട്ടുള്ള പരീക്ഷയെങ്കിലും ഈ പോക്കറ്റ് ഒരു പോക്കറ്റ് കുത്തി തയ്ച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഉന്നതിയിലിരിക്കുന്നവർക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ചോദ്യപേപ്പർ എഴുതുന്ന സമയത്താണെങ്കിലും ചോർത്താനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുള്ള ഇതാണ്. ഹൈടെക് യുഗമാണ്, AI യുഗമാണ്. അപ്പം ഇത്രയും വലിയ പഴുതടിച്ച് പാവങ്ങൾ ഒരു പോക്കറ്റ് വിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അതിൽ തുന്നി കയറ്റി വിടുന്നുണ്ടെങ്കിൽ ഉയർന്നവർ വരുമ്പോഴും ഈ ചോദ്യപേപ്പർ ചോർത്തിയവർ വരുമ്പോഴും അതേ സുരക്ഷിതം കാണിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. കാരണം പാവങ്ങളുള്ളത് കൊണ്ടാണ് ഈ പരീക്ഷയുള്ളതും അധ്വാനമുള്ളതും, അല്ലെങ്കിൽ അവരുടെ കണ്ണീരാണ് ഇതെല്ലാം. അല്ലാതെ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ഇതിന് യാതൊരുവിധ ഇതും വരില്ല. അതുകൊണ്ട് സുരക്ഷയോടെ എഴുതുന്ന പരീക്ഷയ്ക്ക് അത്രയും സുരക്ഷ കൊടുക്കുവാനുള്ള ഉറപ്പും കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അല്ലാത്ത പക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ നീറ്റ് പരീക്ഷ എഴുതാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, എഴുതാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ചെറിയൊരു പോക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞ് അത് കുത്തി തയ്ക്കാൻ കാണിക്കുന്ന ആ മനസ്സെങ്കിലും കാണിക്കണം. ആ ഒരു മനസ്സ് എന്ന് വെച്ചാൽ ആ സൂചി നൂലിൻ്റെ വലിപ്പത്തിലുള്ള മനസ്സ് കാണിച്ചാൽ, അല്ലെങ്കിൽ കാണിച്ചിരുന്നെങ്കിൽ ഒരു താക്കോൽ പഴുതിൻ്റെ എങ്കിലും സുരക്ഷ കാണിക്കുകയായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ചോദ്യപേപ്പർ ചോരുകയില്ല. അതും ടെലഗ്രാം പോലുള്ള മാധ്യമങ്ങളിൽ ചോരുന്നു. അതുകൊണ്ട് എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് അറിയത്തില്ലാത്ത. കാരണം പാവപ്പെട്ട ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണോ ഇത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പോലും കളയുന്ന പോലെയാണോ ചോദ്യപേപ്പർ സൂക്ഷിക്കേണ്ടത്? ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് അച്ഛന്മാരുടെ, ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയാണ്. കാരണം ആ പ്രതീക്ഷ തകരുമ്പോഴാണ് ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നത്. വേറെ ആരും ഉത്തരവാദിയല്ല, എനിക്ക് നീറ്റ് പരീക്ഷ ടെൻഷനോടെ ഞാൻ എഴുതിയെന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ ഇനിയും ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ നോക്കണം. അതിന് എവിടെ എലിയുണ്ടോ അവിടെ വിഷം വെച്ച് കൊല്ലുക എന്നതാണ് നിയമം. ഒരാൾ ചോർത്തിയെന്ന് കണ്ടുപിടിച്ചാൽ അവരെ വേണ്ട വിധം ശിക്ഷിക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ളവർ കൈവറയ്ക്കും. അതാണ് ചെയ്യേണ്ടത്. അതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരം അത് മാത്രമാണ്. കാരണം വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ എന്തിനാണ് കേന്ദ്ര സർക്കാർ? കേന്ദ്രത്തെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പാവപ്പെട്ട സാധാരണക്കാരൻ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെ വിശ്വസിച്ച് നീറ്റ് പരീക്ഷ എഴുതുന്നത്? ഓൾറെഡി ചോദ്യം വേറെ ആൾക്കാർക്കും പാസ് ചെയ്ത് പോയി എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതേ ചോദ്യം പാവങ്ങൾക്ക് വരുമ്പോൾ എഴുതാൻ പറ്റുന്നത്? കാരണം ഇത് പഠിച്ചവർ എഴുതുകയും ചെയ്യും, എന്ന് വെച്ചാൽ ഈ ചോദ്യപേപ്പർ കണ്ടവർ എഴുതുകയും ചെയ്യും, ഇല്ലാത്തവർ വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചോദ്യപേപ്പർ അതിൻ്റേതായ സുരക്ഷയിൽ തന്നെ ഈ പാൻറ് തുന്നുന്ന അതേ സുരക്ഷിതം കാണിക്കുക ചോദ്യപേപ്പറിനും. അത് ഇനിയും ചോരാതെ സൂക്ഷിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ വൻ വീഴ്ച തന്നെയാണ് ഇത്. ജനങ്ങൾ ചോദ്യപ്പെടുക തന്നെ ചെയ്യും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ് ചെയ്യുക. എൻ്റെ കൂടെ എനിക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയും മുന്നോട്ട് വേണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.